ഈ ഒരു വീഡിയോ FBയിൽ ഇട്ടതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് ഞാൻ കേൾക്കേണ്ട വന്നത് എൻ്റെ ഈശ്വര. വേറെ ഒന്നുമല്ല കേട്ടോ, ചിലരൊക്കെ ഇഷ്ടം കൊണ്ടാണ് പറയുന്നത്. കാണാൻ ഇങ്ങനെ ക്ഷീണിച്ചൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ വിഷമമുണ്ട്, അല്ലെങ്കിൽ ഡ്രസ്സ് ഇട്ടിട്ടുള്ള വീഡിയോസുകൾ ഇട്ടാൽ മതി കേട്ടോ. അതൊക്കെ മര്യാദപരമായ കാര്യങ്ങളാണ്, ശരിയാണ്. നമ്മളെപ്പോഴും അവനെ ഡ്രസ്സ് ഇട്ടിട്ടൊക്കെ കണ്ടിട്ടേ ഡ്രസ്സ് ഇല്ലാണ്ട് ഇങ്ങനെ കാണുമ്പോൾ വണ്ണം കുറവാണല്ലോ, അത് കാണുമ്പോൾ ആർക്കായാലും ഒരു വിഷമമൊക്കെ ഉണ്ടാവും. പക്ഷേ ഡ്രസ്സ് ഇട്ടിട്ട് ഇത് മുടി വെട്ടുമ്പോഴേ പിന്നെ ആദ്യം ഡ്രസ്സില്ല, പിന്നെ ഡ്രസ്സിൽ നിന്ന് മുടി പോവാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഇവിടെ നാടകീയമായ ഒരു രംഗങ്ങളും നിങ്ങളെ കാണിക്കേണ്ടതില്ല. എനിക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാൻ വേണമെങ്കിൽ ഡ്രസ്സൊക്കെ ഇടിച്ച് കുട്ടപ്പനാക്കി ഇരുത്തി ഒക്കെ ചെയ്യാം. പക്ഷെ ഞാൻ വീട്ടിലിങ്ങനെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ ഞങ്ങളെങ്ങനെയാണോ അതുപോലെ നിങ്ങൾ കാണണമെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുള്ളത്. അപ്പോൾ ഞാനിങ്ങനെയാണ് അവനെ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ചിലപ്പോൾ പുറകിലിരുന്നിട്ടൊക്കെ മുടി വെട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പുറകിൽ കുറേ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അതിങ്ങനെ തട്ടിത്തടഞ്ഞിട്ട് അവിടെ ഇരിക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് മുടി വെട്ടിയത് കേട്ടോ. അപ്പോൾ മുടിയൊക്കെ വെട്ടിയപ്പോഴേ ആളെത്തിരി ചുള്ളനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇരിഞ്ഞാലക്കുട വരെ പോകണം. അപ്പോൾ പോവാൻ നിൽക്കുന്ന സമയത്ത് എന്നുള്ളതാണ് കേട്ടോ, അത് നിർബന്ധമാണ്. ഇറങ്ങാം എന്നുള്ള സമയത്ത് അവരെന്തായാലും അപ്പിടും കേട്ടോ. അപ്പോൾ ഞാൻ അത് വേഗം മാറ്റാൻ നിൽക്കുന്ന സമയത്താണ് ഒരു കൊറിയർ വന്നു. അപ്പോൾ ആ കൊറിയറൊക്കെ വാങ്ങി എങ്ങോട്ട് ഇറങ്ങുന്ന നേരത്തും ആകെ 2 കാര്യങ്ങളാണ് ഞാൻ മറക്കാതെ ചെയ്യുക. ഒന്ന്, ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരും. അതുപോലെ തന്നെ കണ്ണൻകുട്ടിക്ക് വെള്ളം കൊടുക്കും. പുറത്തിറങ്ങി അവൻ വെള്ളം കുടിക്കുകയോ ഫുഡ് കഴിക്കുകയോ നമുക്ക് കണ്ടറിയണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനിത്തിരി വെള്ളം കൊടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുക. എപ്പോഴെപ്പോഴും ഇങ്ങനെ വായ കൊണ്ട് കണ്ടില്ലേ, നിങ്ങൾ പല വീഡിയോസിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, നുണയുന്ന പോലെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ എനിക്കതൊരു പേടി തോന്നിയിരുന്നു എപ്പോഴെപ്പോഴും അങ്ങനെ കാണിക്കുമ്പോൾ. പക്ഷെ അങ്ങനെയല്ലാന്ന് തോന്നുന്നു, വായ ഡ്രൈ ആയിട്ടാന്ന് തോന്നുന്നു അവനങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി. വേറൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യ സാധനങ്ങളായത് കാരണം തന്നെ എല്ലാവരുമായിട്ട് പോയി മേടിച്ചു. അപ്പോൾ കല്യാണിക്കുട്ടിക്ക് മിഠായി, ഐസ്ക്രീം എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വഴിയിൽ ഇറങ്ങി അവൾക്ക് അത് വാങ്ങിയൊക്കെ കൊടുത്തു. കണ്ണൻകുട്ടി കാണാതെ വേണം അവൾക്ക് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ അത് മതി. ഇപ്പോൾ ഈ ഒരു സ്ഥലം കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും കേട്ടോ, ഈവനിങ്ങിലൊക്കെ എപ്പോഴെങ്കിലൊക്കെ വന്നിരിക്കണം എന്നൊക്കെ. പക്ഷെ എന്താ പറയുക, എപ്പോഴും ഓരോ ഓട്ടങ്ങളാണ്. വന്നപ്പോൾ കല്യാണിക്ക് രസം വേണമെന്ന് പറഞ്ഞിട്ട് വേഗം രസം ഉണ്ടാക്കാൻ നിൽക്കുമായിരുന്നു കേട്ടോ ഞാൻ.